ഇപ്പോൾ ടി.പി. ശ്രീനിവാസൻ ചേരുന്നു, നയതന്ത്ര വിദഗ്ധൻ. സർ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒന്നും അത് അറിയാൻ പറ്റില്ല. ഇപ്പൊ യാതൊരു ഗ്യാരണ്ടിയും ഒരിടത്തുമില്ല. ഒരു കംപ്ലീറ്റ് അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് ആളുകൾ ഇപ്പോൾ എല്ലാവരും ബങ്കറിലൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് അധികം മരണങ്ങളൊന്നും ഉണ്ടായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല. പക്ഷേ ഇതൊരു അൺപ്രസിഡന്റഡ് സിറ്റുവേഷനാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറയാം തീർച്ചയായിട്ടും. അതുപോലെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു US മിലിറ്ററി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് ഇസ്രായേൽ. അതുപോലെ പ്രസിഡന്റ് ജോ ബൈഡൻ സെഡ് ഷൂട്ട് ഡൗൺ ഇറാനിയൻ മിസൈൽസ്. ഇതൊക്കെ അൺപ്രസിഡന്റഡ് സിറ്റുവേഷൻ അല്ല. ഇതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് റിസ്ട്രെയിൻറ്റോടുകൂടി അവർ പെരുമാറുമോ അതോ ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോകുമോ എന്നുള്ള പ്രശ്നമാണുള്ളത്. അമേരിക്ക റിസ്ട്രെയിൻറ്റിൻ്റെ ഭാഷയിലല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെ അവർ റിസ്ട്രെയിൻ ചെയ്യാൻ ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിക്കുകയുണ്ടായില്ല ഇന്ന് രാവിലെ. അപ്പോൾ തന്നെ നമുക്ക് തന്നെ അറിവുണ്ടായിരുന്നിരിക്കണം ഇതെല്ലാം വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെ പറ്റി അതുപോലെ മലയാളികൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആശങ്കയുണ്ടാവും. അത് പിന്നെ ഒരു ശുഭപ്രതീക്ഷ വയ്ക്കാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം ഒരു ഈ കൺസിഡറേഷൻ എല്ലാം കൊണ്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് രണ്ടു കൂട്ടരും തികയില്ല. പക്ഷെ ബൈഡന്റെ വാക്കുകൾ ഇതുവരെ ഉള്ളത് വളരെ കർക്കശമായ വാക്കുകളാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഈ അമേരിക്ക ഒന്ന് വിരട്ടിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആക്രമണം നടത്തുന്നതാണല്ലോ നമ്മൾ കണ്ടത്, ഇറാന്റെ ഒരു ആക്രമണം. അപ്പോൾ ഈ ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണ ഈ ആക്രമണത്തിൽ കൂടുതൽ ശക്തമാവുമ്പോൾ അത് ഈ സംഘർഷങ്ങളെ എത്രത്തോളം സ്വാധീനിക്കും? അത് തീർച്ചയായിട്ടും ഇറാൻ ഒരു വളരെ ഡെയറിംഗ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർക്കും അറിയാമല്ലോ ഇതുപോലെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കാൽക്കുലേഷന്റെ ബേസിലാണല്ലോ യുദ്ധത്തിന് ആളുകൾ പോകുന്നത്. എത്ര ലീസ്റ്റ് നാശം നമുക്കുണ്ടാക്കുക, കൂടുതൽ നാശം അവർക്കുണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രഗിൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഡിപ്ലോമസിക്കും ഒന്നും യാതൊരു റെലവൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെ മിലിറ്ററി ലീഡേഴ്സ് എങ്ങനെ റിസ്ട്രെയിൻഡ് പെരുമാറുന്നു അതോ ഓൾ ഔട്ട് വാറിന് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ വേണമെങ്കിലും അത് പുറത്തു വരാം. അത് ഒന്നുകിൽ എതിരായിട്ട് വരാൻ സമാധാനത്തിന്, അല്ലെങ്കിൽ സമാധാനപരമായിട്ട് വരാം. അതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ തന്നെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. ഈ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുന്ന ഒരു സമയമുണ്ടല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ അതെ, അപ്പൊ അത്തരമൊരു സാഹചര്യത്തെ ഒന്നും അമേരിക്കയും കണക്കിലെടുക്കാൻ സാധ്യതയില്ല അല്ലേ? ഒന്നൊന്നുമില്ല. അതിപ്പം ബൈഡൻ ഫുൾ ഫോഴ്സിലാണല്ലോ സംസാരിക്കുന്നത്. അതെ, ഞാൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് പോലും അല്ലാത്ത ആളാണെന്നൊന്നും അല്ലല്ലോ. ഇപ്പൊ ഈസ് ദ പ്രസിഡന്റ്. അപ്പം പുള്ളിയുടെ വാക്കുകളെല്ലാം തന്നെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ വളരെ ശക്തമായ വാക്കുകളാണ്. അവരെ ഷൂട്ട് ചെയ്യണമെന്നും റിറ്റാലിയേറ്റ് ചെയ്യണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അതേസമയത്ത് ഇറാൻ ഓൾസോ പുതിയ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. US will have to respond എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഒരു ഫ്രൈറ്റനിങ് സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ന്യൂസിലേക്ക് നോക്കിയാൽ കാണുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വരുന്നത് തീർച്ചയായും പറയാൻ കഴിയുകയില്ല. ഈ ഗാസയിലാണെങ്കിലും ലബനിലാണെങ്കിലും യമനിലാണെങ്കിലും ഒക്കെ ഇത്തരം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം ഒരു യുദ്ധം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ കണ്ടത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണ ഇതിൽ വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിയും? ഇത് കൂടുതൽ സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ആശങ്ക, അല്ലേ ടി.പി. ശ്രീനിവാസൻ? തീർച്ചയായിട്ടും ഇപ്പൊ അത് തന്നെയാണ് ആശങ്ക. ആർക്കും ഒരു ഒപ്റ്റിമിസം ഇല്ല ഇതിനകത്ത്. ഇസ്രായേൽ ഈസ് റെഡി ഫോർ ഇറാൻ ഈസ് റെഡി ഫോർ ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് വില്ലിംഗ് ടു സപ്പോർട്ട് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേറെ ആരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പോകുന്നത്? ആരാണ് ചോദിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എന്തെങ്കിലും കഴിയുമോ? റഷ്യക്കാരെന്തെങ്കിലും ചെയ്യുമോ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഇവർ തമ്മിലുള്ള ഇതുവരെ പോവും ഇസ്രായേലിനെ നശിപ്പിക്കാമെന്നുള്ള ഒരു അജണ്ടയാണല്ലോ ഇറാനുള്ളത്. അതിന് മാത്രമുള്ള ശക്തി അവർക്കുണ്ടോ എന്നറിയില്ല. കാരണം അവർക്ക് ഇക്കോണമി വളരെ മോശമാണ്. സ്വന്തം പ്രസിഡന്റിന്റെ പ്ലെയിനിന് പോലും സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര വലിയൊരു യുദ്ധം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം ഇരിക്കുന്നില്ല. അതുകൊണ്ട് കാണേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ UN വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ സംഘർഷത്തെ
UN ചോദിക്കുന്നത് യാതൊരു അർത്ഥമില്ലല്ലോ, കാരണം അമേരിക്കയ്ക്ക് വീറ്റോ ഉള്ളിടത്തോളം കാലം UN ഒന്നും പറയാൻ സാധ്യത. സോ അത് യുവന്റെ കേപ്പബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ടോട്ടലി പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് UN പറ്റിയൊന്നും ആരും ചിന്തിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ റെസ്പോൺസ് ആണ്, അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് തന്നെ വന്നിരിക്കുന്നത്. അത് പ്രാക്ടിക്കൽ ആകുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശരി, TP ശ്രീനിവാസനാണ് പ്രതികരിച്ചത്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി.